ഒറ്റയ്ക്കായി കെ സുധാകരൻ. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടത് കെ.സി. വേണുഗോപാലിന്റെ സംഘടനാ മികവ്. കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകണമെന്നും കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജിബിൻ ജെ.ബി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ജിബിൻ, കെ സുധാകരൻ നേരത്തെ സീറ്റിന് വേണ്ടി നടത്തിയിട്ടുള്ള വലിയ ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ പരിഭവവും പിണക്കവും ഒക്കെ നമ്മൾ കണ്ടു. അദ്ദേഹത്തെ അനുനയിപ്പിച്ച് പിന്നീട് അതിൽ നിന്നെല്ലാം പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ കെ.സി. വേണുഗോപാലിന് ഇത്തരത്തിലൊരു പിന്തുണ അദ്ദേഹം പ്രഖ്യാപിക്കാനുള്ള ഒരു കാര്യത്തിന്റെ പിന്നിൽ എന്താണ് പ്രവർത്തിച്ച കാര്യം? അമലാൻ പ്രശ്ന കെ സുധാകരന്റെ ലക്ഷ്യം എന്താണെന്ന് തെളിയിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അല്പസമയം മുമ്പ് ഉണ്ടായ FB പോസ്റ്റിന്റെ അവസാന ഭാഗങ്ങളിൽ പറയുന്നത്. അതായത് വ്യക്തമായി തന്നെ അതിൽ പറയുന്നുണ്ട്, കേരളത്തിലെ ജനങ്ങളെയും പ്രവർത്തകരെയും പ്രചോദിപ്പിച്ച് നാളെയുടെ ഭരണത്തിന് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാവായി കെ.സി. വേണുഗോപാൽ ഉയരട്ടെ, ആ നേതൃകാലത്തിനായി പ്രതീക്ഷയോടെ എന്ന് അവസാനിക്കുന്നതാണ് അദ്ദേഹം അല്പസമയം മുമ്പ് ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. അദ്ദേഹത്തിന് ഈ പോസ്റ്റിന്റെ തുടക്കവും അത് തന്നെയാണ് സൂചിപ്പിച്ചത്. അതായത് ദേശീയ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ കരകൾക്ക് ശക്തി പകർന്നുകൊണ്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന നേതാവാണ് കെ.സി. വേണുഗോപാൽ. പക്ഷേ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൂടെയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലൂടെയാണ് എന്നാണ് കെ സുധാകരൻ പറയുന്നത്. കാരണം ഓരോ ജനങ്ങളെയും അതുപോലെ പ്രവർത്തകരെയും ഉണർത്തുന്നതിലും ഓരോ നേതാക്കൾക്കും പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾക്ക് ഒരു ദിശാബോധം പകർന്നുകൊണ്ട് അവരെ പ്രചോദിപ്പിച്ചത് കെ.സി. വേണുഗോപാലാണ്. അങ്ങനെ ഒരു നേതാവിന് കേരള രാഷ്ട്രീയത്തിന് ആവശ്യമാണ്, അദ്ദേഹത്തിന്റെ നേതൃബോധം കേരളത്തിന് ആവശ്യമാണ് എന്ന് പറയുന്നതാണ് കെ സുധാകരന്റെ പോസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ അതായത് A.K. ആന്റണിക്ക് ശേഷം ഉമ്മൻചാണ്ടി, വയലാർ രവി, ഇവർക്ക് ശേഷം ഒരു ജനകീയ ദിശാബോധമുള്ള ഒരു നേതാവായി കെ.സി. വേണുഗോപാൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നേതാവിനെയാണ് കേരളത്തിന് ഇപ്പോൾ ആവശ്യമെന്നാണ് കെ സുധാകരൻ ഈ FB പോസ്റ്റിലൂടെ പറയുന്നത്. അതായത് നേരത്തെ അമൽ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയ സമയത്താണ് കെ സുധാകരൻ കോൺഗ്രസ് നേതൃത്വത്തോട് ഒരു പിണക്കം ഉണ്ടായത്. അത് ആ സമയത്താണ്. കാരണം അദ്ദേഹത്തിന്റെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ കണ്ണൂരിൽ നിന്ന് കെ സുധാകരന്റെ പേര് വെട്ടിയത് അത് VD സതീശനും സണ്ണി ജോസഫുമാണെന്നൊക്കെയാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ആ സമയത്ത് മുതലുള്ള പ്രതികരണങ്ങൾ നൽകിയത്. പക്ഷേ കെ.സി. വേണുഗോപാൽ തനിക്കൊപ്പമായിരുന്നു എന്നാണ് കെ സുധാകരന്റെ വിശ്വാസം. അത് അദ്ദേഹം പലതവണ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. അതിനുശേഷമാണ് കെ.സി. വേണുഗോപാലിന് പരസ്യ പിന്തുണയുമായി പലതവണയൊക്കെ കെ സുധാകരൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കുറച്ച് ദിവസം മുമ്പ് പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ സമയത്തും അദ്ദേഹം കെ.സി. വേണുഗോപാലിനോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് സംസ്ഥാനത്ത് UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആരാകും മുഖ്യമന്ത്രി എന്ന് പറയുന്ന ചർച്ച ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പല നേതാക്കളും അത് പരസ്യമായും അതുപോലെ ഈ FB പോസ്റ്റ് വഴി പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ കെ സുധാകരൻ അദ്ദേഹം മുഖ്യമന്ത്രിയായി കെ.സി. വേണുഗോപാൽ തന്നെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇപ്പോൾ FB-യിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തിരിക്കുന്നത്. ആമലൻ റസ്റ്റ. ജിബിൻ, നേരത്തെ രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ വേണ്ടി കെ സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പരസ്യമായി കെ.സി. വേണുഗോപാലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇനി പ്രതീക്ഷിക്കേണ്ടത്? കോൺഗ്രസിൽ മുഖ്യമന്ത്രി ചർച്ചകളെല്ലാം സജീവമായി നടക്കുക കൂടിയാണല്ലോ. പ്രശ്നം തന്നെയാണ്. കാരണം കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കോൺഗ്രസ് വലിയ രീതിയിലുള്ള ഒരു വിജയം നേടും, പ്രത്യേകിച്ച് 100 സീറ്റിലധികം നേടി അധികാരത്തിൽ വരുമെന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിലെ എല്ലാ നേതാക്കളുടെയും ഒരു വിശ്വാസം എന്ന് പറയുന്നത്. VD സതീശനായാലും കെ.സി. വേണുഗോപാലായാലും രമേശ് ചെന്നിത്തലയായാലും കെ സുധാകരനായാലും എല്ലാവരും പങ്കുവയ്ക്കുന്ന ഒരു ആത്മവിശ്വാസവും 100-ലധികം സീറ്റ് നേടിക്കൊണ്ട് UDF അധികാരത്തിൽ വരുമെന്നാണ്. പക്ഷേ അതിന് തൊട്ടു പിന്നാലെയാണ് ആരാകും മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു വാഗ്വാദം തന്നെ പിന്നീട് UDF-ലെ പല നേതാക്കന്മാരിൽ നിന്ന് കണ്ടത്. നേരത്തെ നമ്മൾ എറണാകുളം ജില്ലാ അധ്യക്ഷൻ ഷിയാസ് അടക്കം പരസ്യമായി ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യമൊക്കെ പ്രകടിപ്പിക്കുന്നത് കണ്ടാണ്. പക്ഷേ അതിന് വിപരീതമായി തന്നെ ഹൈബി ഈഡനും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്, ആരാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിക്കുന്നത് ദേശീയ നേതൃത്വമാണ് എന്ന തലത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സമയത്തും അതായത് ഇത്തരത്തിലുള്ള ഈ നേതാക്കൾ തമ്മിലുള്ള വാഗ്വാദം നടക്കുന്നതിനിടെയാണ് ആദ്യം സുധാകരൻ ഒരു FB പോസ്റ്റുമായി എത്തിയത്. അതിന് തൊട്ടു പിന്നാലെയാണ് അതായത് നേതാക്കൾ എല്ലാവരും പറയുന്നത്, ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് ദേശീയ നേതൃത്വമാണ് ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യം തീരുമാനിക്കുന്നതെന്നാണ് നേതാക്കൾ പറഞ്ഞു നിർത്തിയത്. പക്ഷേ അത്തരം ഒരു പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ പരസ്യമായി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തൻ്റെ ലക്ഷ്യം പങ്കുവെച്ചുകൊണ്ട് കെ സുധാകരൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കാരണം കെ സുധാകരൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകട്ടെ എന്ന് പലതവണ പരസ്യമായി പറഞ്ഞതാണ്. ആ ഒരു നേതാവിൽ നിന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ തന്നെ രംഗത്തേക്ക് വരട്ടെ. കാരണം കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷ്യബോധമുള്ള അല്ലെങ്കിൽ ദിശാബോധമുള്ള ഒരാൾ നേതാവായി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ഒരു കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആവണമെന്ന ലക്ഷ്യത്തോടു കൂടി വീണ്ടും ഒരു പരസ്യ പ്രചരണത്തിന് എത്തിയിരിക്കുന്നത് കെ സുധാകരൻ തന്നെയാണ്. അതിന് പിന്നിലുള്ള കാരണമായി പറയപ്പെടുന്നതും കണ്ണൂരിലെ സീറ്റ് തന്നെയാണ്. കാരണം കെ സുധാകരൻ പാർട്ടിയിൽ നിന്ന് അകലാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കെ സുധാകരന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം അത് സംസ്ഥാന നേതൃത്വത്തിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ പോലുള്ളവർ തന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷേ ആ സമയത്ത് തനിക്കൊപ്പം ഉണ്ടായിരുന്നത് കെ.സി. വേണുഗോപാൽ ആണ് എന്നാണ് കെ സുധാകരൻ പക്ഷം വിശ്വസിക്കുന്നത്. കെ സുധാകരൻ മാത്രമല്ല, കെ സുധാകരന്റെ അണികളുടെ വിശ്വാസം അത് തന്നെയാണ്. പലരിലും പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ കെ സുധാകരന്റെ അല്പസമയം മുമ്പിട്ട FB പോസ്റ്റ് കോൺഗ്രസ്
കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഷെയർ ചെയ്യുന്നത് കണ്ടാണ്. അനിൽ ബോസ് ഉൾപ്പെടെയുള്ള നേതാക്കളും ഇത്തരത്തിൽ ഈ കെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ കെ സുധാകരൻ നേതൃത്വം നൽകുന്ന നിരയിലുള്ള കുറച്ച് നേതാക്കളൊക്കെ ഇപ്പോൾ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയാവട്ടെ എന്ന തരത്തിലുള്ള ചർച്ചകളാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഒരു പക്ഷത്ത് കെ സി വേണുഗോപാലിന്റെ മറുവശത്ത് അതായത് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല ഇവർ മുഖ്യമന്ത്രിയാവട്ടെ എന്ന തരത്തിലും ഇതുപോലെ പ്രധാനപ്പെട്ട പല നേതാക്കളും ചർച്ച തുടരുന്നുണ്ട്. എന്തായാലും ഇത് വീണ്ടും ഒരു ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കാരണം ഇന്നിപ്പോൾ ഏകദേശം അരമണിക്കൂർ മുമ്പാണ് ഈ ഒരു FB പോസ്റ്റുമായി കെ സുധാകരൻ രംഗത്തെത്തിയത്. നാളെയോടുകൂടി തന്നെ വീണ്ടും പല നേതാക്കളും അവരുടെ ഈ UDF അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആരാകണം മുഖ്യമന്ത്രി എന്നുള്ള അവരുടെ അഭിപ്രായങ്ങൾ ഇതുപോലെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയും അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരണങ്ങളായി നൽകാനും സാധ്യതയുണ്ട്. അമല പ്രശ്നം. ശരി ജിബിൻ, എന്തായാലും നേരത്തെ PJ കുര്യൻ രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തിരുത്തി. പിന്നീട് മുഹമ്മദ് ഷിയാസ് VD സതീശന് വേണ്ടി വാദിക്കുന്നത് കണ്ടു. അദ്ദേഹവും പിന്നീട് തിരുത്തി. പക്ഷേ ഇപ്പോൾ കെ സുധാകരൻ ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മളത് കണ്ടതാണ്. അതുകൊണ്ട് ഇനി അദ്ദേഹം ഈ നിലപാട് തിരുത്തുമോ അതോ ഈ നിലപാടിൽ ഉറച്ചു മുന്നോട്ട് പോകുമോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.